തുടക്കം മൂവിയിൽ തുടക്കം കുറിച്ച മറ്റൊരാൾ കൂടി ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ചേട്ടാ, കുറച്ചും കൂടെ വലിയൊരു സ്ഥലം ഉണ്ടാവും. അന്നത്തെ ആ സംഭവം അച്ഛൻ ഇനി ഓർക്കണ്ട. അന്നൊരു തെറ്റ് പറ്റി, ഇനി അതുണ്ടാവില്ല. അവൻ അന്നത്തെ സംഭവം കൊണ്ട് തന്നെ ജില്ലയെ വിട്ടു പോയിട്ടുണ്ടാവും. പിന്നെ ഇനി അവനെ കിക്ക് പോയിന്റിൽ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ കിട്ടിയ അവനിനി നിവർന്ന് നടക്കില്ല. യു വിൽ നെവർ വാക്ക് അലോൺ. അതോടൊപ്പം നമ്മൾ ഒരുപാട് നാളായിട്ട് ക്യാമറയുടെ ഫ്രണ്ടിലൊന്നും കാണാത്ത ഒരാൾ കൂടി ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാണ്. ഈ 1-ാം തീയതി ഞങ്ങളുടെ റിസൾട്ട് വരുമെന്ന് ഇതാ പേപ്പറിൽ പോട്ടിருக்கு. ഇന്നേക്ക് 25, ഇനി 6 നാൾ. സോ നമുക്ക് വെൽക്കം ചെയ്യാം ആദിത്യ ലക്ഷ്മി ആൻഡ് അനു ആനന്ദ്. വെൽക്കം. മായ ആണ് ഡബ് ചെയ്തതെന്നാണ് നമുക്ക് ഒരു പോയിന്റ് വരെ ഞങ്ങൾക്ക് അത് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഞാൻ തന്നെ കിടിപ്പോയി. ക്ലൈമാക്സ് സീൻസ് വാസ് എ ക്ലൈമാക്സ്. ഓ ഫൈറ്റ് എൻ്റെ അമ്മേ. ഫസ്റ്റ് മൂവിയിൽ ഒരു ദിസ് കൈൻഡ് ഓഫ് ഇംപ്രഷൻ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എവിടുന്നാണ് ബ്ലഡ് എന്ന് അറിയാലോ പറയണ്ട. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നൊരു ടൈമിലാണ് എനിക്ക് സുജിക്കുഞ്ഞമ്മ വിളിക്കുന്നതും. ഞാൻ അതിന് മുന്നേ കുറെ കാലമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഒരുപാട് കാലമായിട്ടില്ല. ഞാൻ വേറൊരു വർക്കിന്റെ ഇടയിൽ ഇരുന്നപ്പോഴാണ് കുഞ്ഞമ്മ വിളിച്ചത്. നിനക്ക് ചെയ്യാൻ നിനക്ക് പറ്റുകയും ചെയ്യണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെന്താ ചെയ്യാം, എന്താ ചോദ്യം, ഡെഫിനറ്റ്ലി ചെയ്യാമെന്ന് പറഞ്ഞു. ഡബിങ്ങിൽ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. ലൈക്ക് മായ ചേച്ചിയുടെ ക്യാരക്ടർ മായ ചേച്ചി എത്ര എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്തതെന്നുള്ളത് കൊറേയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെങ്കിലും ഒന്നൊരു ഇതായി കഴിഞ്ഞാല് ഐ മീൻ മോൾക്ക് ഒരു മോശമാവരുത്. മായക്കുട്ടിയുടെ കാര്യമാണ് പറഞ്ഞത്, ഇവളുടെ കാര്യമല്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതലും സിനിമകളും ലാലേട്ടന്റെ കൂടെ തന്നെയായിരുന്നു. ലാലേട്ടന്റെ മകനായിട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ലാലേട്ടന്റെ വില്ലനായിട്ട് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധയിലൊക്കെ ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്. സർവകലാശാല ഒക്കെ പഴയ നല്ല അതിലും ലാലേട്ടന്റെ ചെറുപ്പമായിട്ട് കുട്ടിക്കാലം, അർഹത, ഭരതം, മകനായിട്ട് ചെയ്തിട്ടുണ്ട്. മകനായിട്ട് സൂര്യഗായത്രി. പക്ഷെ ഞാൻ അങ്ങനെ അധികം പടം കാണാറില്ല. അച്ഛനായാലും മരിച്ചു വിഷമാവല്ലേ? എനിക്ക് അച്ഛൻ മരിച്ചോട് പടങ്ങൾ കാണാനേ ഇഷ്ടമല്ല. ചതുരംഗത്തിൽ മരിച്ചു, കുരുക്ഷേത്രത്തിൽ മരിച്ചു, ഇതിൽ മരിച്ചു. ഞാൻ നിർത്തി പരിപാടി. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് നമ്മൾ ഓണം വൈബിൽ ഒരു ഷൂട്ട് ചെയ്യാനാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഈ ഓണം അതിമധുരമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ തിയേറ്റേഴ്സിൽ ഭയങ്കര സക്സസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുന്ന തുടക്കം മൂവിയിൽ തുടക്കം കുറിച്ച മറ്റൊരാൾ കൂടി ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ഒരുപാട് നാളായിട്ട് ക്യാമറയുടെ ഫ്രണ്ടിലൊന്നും കാണാത്ത ഒരാൾ കൂടി ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാണ്. സോ നമുക്ക് വെൽക്കം ചെയ്യാം ആദിത്യ ലക്ഷ്മി ആൻഡ് അനു ആനന്ദ്. വെൽക്കം. ആക്ച്വലി ഈ ഓണം ഭയങ്കര അതിമധുരാണല്ലേ എല്ലാം കൊണ്ടും. അതെ അതെ, സ്പെഷ്യലാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്ന ഒരു ടൈമാണ്. നമ്മൾ ആദ്യം തന്നെ എവിടെയായിരുന്നു ഇത്ര നാളും? അതാണ് ഞാൻ പുറത്ത്, ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ മാറി ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ട് ഗൾഫിൽ കൂടിയിട്ട് വർഷങ്ങൾ കുറേ. ഞാൻ എൻ്റെ പ്രൊഫഷൻ വന്നിട്ട് ഞാൻ ഷെഫാണ്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള കൺസൾട്ടേഷൻ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് അവിടെ തന്നെ അങ്ങ് സെറ്റായത് കാരണം തിരിച്ചു വരാൻ തോന്നിയില്ല. അത് കാരണം അവിടെ അങ്ങനെ കൂടി. അത് അവിടെ ചെറിയ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ ഉണ്ട് അവിടെ. അതൊക്കെ വെട്ടിപ്പൊട്ടി വരാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. സ്റ്റിൽ ഗോയിങ് ഓൺ. ഞാൻ അവിടെ അല്ലറ ചില്ലറ ബിസിനസ് ഒക്കെ ആയിട്ട് അങ്ങോട്ട്. ഓക്കെ, ഇപ്പോ ഈ പറഞ്ഞ പോലെ ഏറ്റവും പുതിയ വിശേഷം തുടക്കം നമ്മൾ അത്രയും ഭയങ്കര പ്രതീക്ഷയോട് കാത്തിരുന്ന ഒരു സിനിമയാണ്. അത് ആ പ്രതീക്ഷ അതേപോലെ തന്നെ നിലനിർത്തി തിയേറ്റേഴ്സിൽ ഏത് ഷോ എടുത്താലും ഇപ്പൊ ഹൗസ്ഫുൾ ആണ്. അത്രയും ഭയങ്കര അടിപൊളിയായിട്ട് പോവാണ്. അതിലും മകൾ തുടക്കം കുറിച്ചു വിസ്മയോടൊപ്പം. അതെ, അതന്നെ വലിയൊരു സന്തോഷം. കാരണം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുള്ളത് ഇറ്റ് വാസ് ജസ്റ്റ് എ കോയിൻസിഡൻസ്. അങ്ങനെ അത് കിട്ടിയപ്പോൾ തന്നെ ആദ്യം ആക്ടിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡബിങ്ങിനെ പറ്റിയിട്ട് അങ്ങനെ ഒരു ഡിസ്കഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊരു ഭാഗ്യം. അവളുടെ ഐ തിങ്ക് അവളുടെ നസീബ് നമ്മൾ നസീബ് നന്നായത് കാരണം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അവൾക്ക് കിട്ടി മായയ്ക്ക് വേണ്ടിയിട്ട് ഡബ് ചെയ്യാനായിട്ട്. അതൊരു 2 മേഖലയിലും അവൾക്കൊരു ഓപ്പണിംഗ് കിട്ടിയതാണ്. നമുക്കൊക്കെ ഭയങ്കര അത്ഭുതമാണ് ഇപ്പോഴും. ആൻഡ് അതിനൊരുപാട് കടപ്പെട്ടിട്ടുണ്ട് നമ്മൾ സുജി ചേച്ചിയോട്. കാരണം സുജി ചേച്ചിയാണ് അങ്ങനെ ഒരു വോയിസ് അവൾക്ക് ഉണ്ടെന്നുള്ള ആക്ച്വലി ഷീ തോട്ട് ഓഫ് ഇറ്റ്. ആൻഡ് ജൂഡിനോട് പറഞ്ഞു. അപ്പം തന്നെ ജൂഡ് പറഞ്ഞു, ഐ മീൻ പൊന്നു ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ എം ഷുവർ ഇറ്റ് വിൽ ബി പ്രിറ്റി ഗുഡ്. അപ്പോൾ അവളുടെ മുകളിൽ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉള്ളത് വളരെ സന്തോഷം. ആൻഡ് വെരി വെരി ഹാപ്പി
ആൻഡ് ഇറ്റ്സ് സ്പെഷ്യൽ ഫോർ us all of us. ഓക്കെ, എന്തായിരുന്നു ഫസ്റ്റ് സ്ക്രീനിൽ ആ ഒരു ഫസ്റ്റ് സീനിൽ കാണുമല്ലോ, അപ്പോൾ മനസ്സിൽ വന്ന ഒരു തോട്ട് എന്തായിരുന്നു ആ ഒരു മൊമെന്റ്? എൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഇൻ 83 രാക്കുലിൻ ഡാർക്സേഴ്സ് എന്ന് പറഞ്ഞ എനിക്ക് ആ പടം ഇന്നും എനിക്ക് ആ ഫസ്റ്റ് സീൻ അത് കാണുന്ന സമയത്ത് ഐ ആക്ച്വലി ഫെൽറ്റ് ലൈക്ക് എൻ്റെ മോളാണോ ഞാനാണോ ഓൺ സ്ക്രീൻ എന്നുള്ളത്. ഐ മീൻ അതൊരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. ഐ മീൻ ഐ വാസ് കംപ്ലീറ്റ്ലി ബ്ലോൺ ഔട്ട്. Thank you. I should thank each and everyone who liked it. What else I can say? ഓക്കെ, ഇനി പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു തുടക്കത്തിന്റെ തുടക്കം? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ഒരു ടൈമിലാണ് എനിക്ക് സുജിക്കുഞ്ഞമ്മ വിളിക്കുന്നതും. ഞാൻ അതിന് മുന്നേ കുറേ കാലമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഐ മീൻ ഒരുപാട് കാലമായിട്ടില്ല, കൂടുതൽ വർക്കൊക്കെ കഴിഞ്ഞ് ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങിയ ടൈമിൽ ഞാൻ കുഞ്ഞമ്മ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഓഫർ എന്തെങ്കിലും എനിക്ക് പറ്റുന്ന എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഞാൻ വേറൊരു വർക്കിൻ്റെ ഇടയിൽ ഇരുന്നപ്പോഴാണ് കുഞ്ഞമ്മ വിളിച്ചത്, നിനക്ക് ചെയ്യാൻ നിനക്ക് പറ്റുകയും ചെയ്യണോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പിന്നെന്താ ചെയ്യാം, എന്താ ചോദ്യം, ഡെഫിനറ്റ്ലി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ദാറ്റ്സ് ഹൗ തുടക്കം ഹാപ്പൻ. ഞാനങ്ങനെ പോയി പെട്ടെന്നൊരു ദിവസം ഒരു ഡേറ്റൊക്കെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്ന് പറയില്ലേ, അതുപോലെ ആയിരുന്നു തുടക്കം എനിക്ക്. ഞാൻ ഡബ്ബിങ് അതിൻ്റെ ഒരു ആംഗിളിൽ ഒട്ടും ഉണ്ടായില്ലാത്തൊരു കാര്യമായിരുന്നു, ഒട്ടും ചിന്തിച്ചിട്ടില്ലായിരുന്നു. പിന്നെ അതും നല്ലൊരു ഓഫർ വന്നപ്പോൾ ചെയ്തു. ഈ നമുക്കിപ്പം ഇത് ബാനർ, ഇപ്പം അതിലുള്ള ആർട്ടിസ്റ്റുകൾ ഇപ്പം എല്ലാം ചെറുപ്പം മുതലേ അറിയുന്ന ആളുകളാണ്. അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നോ? ടെൻഷൻ എൻ്റെ ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ബാനറിലുള്ള എനിക്കിപ്പോൾ ആൻ്റണി അങ്കിളിനെ എനിക്കറിയാം, സുജിക്കുഞ്ഞമ്മേനെ അറിയാം, മായ ചേച്ചീനെ അറിയാം. പക്ഷേ ജൂഡ് ചേട്ടനെ ഞാൻ അന്നാണ് പൂജയ്ക്കാണോ അല്ല ഞങ്ങൾ ഓഡിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ജൂഡ് ചേട്ടനെ കാണുന്നത്. ഞാൻ മുട്ട വറുത്തിട്ടാണ് ഞാൻ നിന്നിരുന്നത് സത്യമായിട്ടും. പക്ഷെ ഈസ് വെരി സ്വീറ്റ്, ആൾ ഭയങ്കര സ്വീറ്റാണ്. ആൾക്ക് നന്നായി പറഞ്ഞു തരാനുള്ളൊരു ഇതുണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ ആക്ടിങ്ങിൻ്റെ ടൈമിൽ എനിക്ക് അങ്ങനെ വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ടെൻഷൻ വാസ് ഡബ്ബിങ്ങിലായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നത്. എന്തായിരുന്നു ഡബ്ബിങ്ങിനുള്ള ടെൻഷൻ? ഡബ്ബിങ്ങിൽ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. ലൈക്ക് മായ ചേച്ചിയുടെ ക്യാരക്ടർ മായ ചേച്ചി എത്ര എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്തതെന്നുള്ളത് കുറേയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതുപോലത്തെ ഒരു ക്യാരക്ടറിന് വോയിസ് കൊടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. ആൻഡ് അത് ഞാൻ ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡും ഹാപ്പി എല്ലാം ഉണ്ടായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ വാസ് ഓൾസോ വെരി നെർവസ്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു ക്യാരക്ടറിന് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് ആ ഡബിങ് കൂടെ കംപ്ലീറ്റ് ആവുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും അതായത് ഇറ്റ്സ് എന്താ പറയാ, ഒരു ഞാൻ നല്ല രീതിയിൽ പറയാണ്, ലൈക്ക് മായ ആണ് ഡബ് ചെയ്തതെന്നാണ് നമുക്ക് ഒരു പോയിന്റ് വരെ ഞങ്ങൾക്ക് അത് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം ആ ഒരു സ്ലാങ് നമ്മൾ ഇന്റർവ്യൂസിലേക്ക് കാണുന്ന ആ ഒരു സ്ലാങ് സൗണ്ട് ഭയങ്കര മാച്ചിങ് സൗണ്ടാണ്. അത് അൺടിൽ പടം കണ്ടതുവരെ എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഒരിക്കലും. ഞാൻ ഉള്ളോട് ഫസ്റ്റ് ഇവള് പോയ ദിവസം ചോദിച്ചു, എൻ്റെ ശബ്ദം മാച്ച് ആയോ മായയുടെ കൂടെ? കാരണം എനിക്ക് മെന്റലി എനിക്കത് കണക്ട് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല ഒരിക്കലും. കാരണം ഇവളുടെ ഒരു കൈൻഡ് ഓഫ് ഹസ്കി വോയിസ് ആണ്. മായയുടെ ഇറ്റ്സ് വെരി ലൈറ്റ് ആൻഡ് ഷീസ് സോ, അവളുടെ ശബ്ദം തന്നെ ഇറ്റ്സ് വെരി എന്താ പറയാ, അത്രയും സോഫ്റ്റ് ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് മായ ചേച്ചി. ആൻഡ് ഞാൻ അതിൻ്റെ സ്ട്രേറ്റ് ഓപ്പോസിറ്റിലായിട്ട് ഒരാളാണ്. ഐ എം വെരി ലൗഡ് യൂഷ്വലി. അപ്പോൾ അച്ഛന് ഡൗട്ട് ഉണ്ടായിരുന്നു. അച്ഛൻ ആദ്യം തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, പൊന്ന എങ്ങനെയാണ് ശബ്ദം സെറ്റ് ആവുന്നുണ്ടോ, നീ കേട്ടായിരുന്നോ, നീ സംസാരിച്ചത് കേട്ടായിരുന്നോ എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ അപ്പോഴും നമുക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യും. പക്ഷെ സ്ക്രീനിൽ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഓക്കെ. അവള് ആദ്യത്തെ സീൻ ചെയ്തപ്പോ അവള് വിളിച്ചിരുന്നു, അച്ഛാ ഫസ്റ്റ് സീൻ ചെയ്തു, ഫസ്റ്റ് അത് എന്തോ ശരിയായില്ല ഓഡിയോ, ലാസ്റ്റ് ഞാൻ ആകെ ടെൻഷനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ റിലാക്സ്, എന്തായാലും നോക്ക്, നടക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവര് ഓഫേർഡ് ബിരിയാണി എക്സ്ചേഞ്ച്. അപ്പോൾ ബിരിയാണി കഴിച്ച് വന്നോട് കൂടിയിട്ട് പറഞ്ഞു സൂപ്പറായിട്ട് ചെയ്തു അന്നത്തെ ഡേ അച്ഛ, എവറിത്തിങ് വെന്റ് വെൽ. അപ്പോൾ പിറ്റേ ദിവസം മോർണിംഗിൽ ഇതേപോലെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ദെയർ വാസ് എ സ്റ്റാർട്ടിങ് ട്രബിൾ. അപ്പോൾ അവര് തന്നെ വിളിച്ചിട്ട് ചോദിച്ചു, പൊന്നൂന് ഒരു ബിരിയാണി ഓർഡർ ചെയ്താൽ? അല്ല, ബിരിയാണി എൻ്റെ ഒരു കംഫർട്ട് ഫുഡാണ്. എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു സാധനമാണ്. എൻ്റെ സന്തോഷവും സങ്കടവും എല്ലാം കണ്ടിട്ടുള്ളത് ബിരിയാണിയാണ്. അപ്പൊ മേ ബി ഞാൻ ഭയങ്കര ഓവർവെൽഡ് ആയിരുന്നു. ഞാൻ ബിഗിനിങ് നമുക്ക് എപ്പോഴും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. അപ്പൊ എനിക്ക് തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും എനിക്ക് എന്ത് ചെയ്തിട്ടും ശരിയാവുന്നില്ല എന്നുള്ളത് പോലെ എനിക്ക് തോന്നി.
അപ്പോൾ പെട്ടെന്ന് അവർ ലഞ്ചിന് പോയപ്പോൾ എന്താ കഴിക്കാൻ വേണ്ടത് വെച്ചാൽ ഞാൻ പറഞ്ഞു ബിരിയാണി മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബിരിയാണി കഴിച്ചു വന്നപ്പോൾ പിന്നെ എന്താണെന്നറിയില്ല എനർജി ഒന്നും ഇങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട്. പക്ഷെ എൻ്റെ ഡബിങ് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് സൈലക്സ് അബ്രഹാം എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടനും സുബൈർ എന്ന് പറഞ്ഞിട്ടുള്ള സൗണ്ട് എഞ്ചിനീയർ ആണ്. സൈലക്സ് ചേട്ടൻ നമ്മുടെ പടത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്, സുബൈർ നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ആണ്. അപ്പൊ അവര് രണ്ടുപേരും കണ്ടിട്ടുണ്ട് ഞാൻ എത്ര വെള്ളം കുടിച്ചു എന്നുള്ളത്. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ഫണ്ണായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ഫെൽറ്റ് വെരി എന്താ പറയാ, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫീൽ എനിക്ക് അവര് തന്നു. കോൺഫിഡൻസ് എനിക്ക് അവരാണ് തന്നത് ഡെഫിനറ്റ്ലി. പക്ഷെ ഓഫ് കോഴ്സ് അതിന്റെ ചില ഡയലോഗ്സ് പറയുമ്പോൾ നമുക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്തു. എന്നാൽ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് വന്നൊരു സീൻ എന്തായിരുന്നു ഡബ് ചെയ്യാൻ? എനിക്ക് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്തത് ഫൈനൽ ഡയലോഗാണ്. ക്ലൈമാക്സിൽ വരുന്ന ഡയലോഗും പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല, അത് കോളറിൽ പിടിച്ചിട്ട് പറയുന്ന ഒരു ഡയലോഗില്ലേ, പെൺപിള്ളേരെ തൊടുന്ന ആള് വീണ് കിടക്കുമ്പോ അത് ഇത്രേ ഉള്ളൂ നീന്നൊക്കെ. ആകെ എനിക്ക് ഓർമ്മയിലുണ്ടായിരുന്നു ഇത്രേ ഉള്ളൂ നീന്ന. ഞാൻ പറയാൻ തുടങ്ങുമ്പോഴേക്കും മറന്നു ഡയലോഗ്. അപ്പോഴേക്കും ഞാൻ അവിടെ ചോദിക്കുമ്പോൾ അവസാനം ഞാൻ പേപ്പറിൽ എഴുതി വെച്ചു, എന്നിട്ടാണ് ഞാനത് പറഞ്ഞത്. പിന്നെ എനിക്ക് കരയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എന്നിട്ട് ആലുവയിൽ അത് കുറെ നേരം എൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു, എനിക്ക് എങ്ങനെ അറിയാന്നൊക്കെ ചോദിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോഴും എനിക്ക്, കാരണം അവര് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് ആ ഒരു എമോട്ട് ചെയ്തിട്ടുള്ള സംഭവം നമ്മൾ അതുപോലെ എമോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ വരുമ്പോൾ അത് തെറ്റാ. എനിക്ക് അച്ഛൻ എൻ്റെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊന്ന ഡബിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിനക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നില്ലെങ്കിൽ നിനക്കത് അടിപൊളിയാക്കി കൈ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നിനക്കത് പൊളിച്ചടുക്കി കൈ കൊടുക്കാൻ പറ്റും. ഇത് കേട്ടപ്പോഴേക്കും ഞാൻ ഈശ്വര, അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എത്ര വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് ഇതുപോലത്തെ ഒരു ക്യാരക്ടറിനെ ഡബ് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയൊക്കെയോ ഫസ്റ്റ് മൂവി അതാണ്. അപ്പോ എല്ലാം കൊണ്ടും എവിടെങ്കിലും ഒന്നൊരു ഇതായി കഴിഞ്ഞാല് ഐ മീൻ മോൾക്ക് ഒരു മോശമാവരുത്. മായക്കുട്ടിയുടെ കാര്യമാണ് പറഞ്ഞത്, ഇവളുടെ കാര്യമല്ല. എനിക്കത് മനസ്സിലായി, എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി. പക്ഷേ ഷീ ഹാസ് ഡൺ എ ഫാന്റാസ്റ്റിക് ജോബ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അവളുടെ ഫസ്റ്റ് മൂവിയില് ഞാൻ തന്നെ ഇറ്റ്സ് ലൈക്ക് കിടുങ്ങിപ്പോയി. ക്ലൈമാക്സ് സീൻസ് ടുവേർഡ്സ് ദ ക്ലൈമാക്സ്, ഓ ഫൈറ്റ് എൻ്റെ അമ്മേ, ഫസ്റ്റ് മൂവിയിൽ ഒരു ദിസ് കൈൻഡ് ഓഫ് ഇംപ്രഷൻ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എവിടുന്നാണ് ബ്ലഡ് എന്ന് അറിയാലോ, പറയണ്ട. ഞാനിങ്ങനെ ലാലേട്ടന്റെ കണ്ണ്, ചിരി, കറക്റ്റ് എല്ലാ ഫീച്ചേഴ്സും അതേപോലെ വിടില്ല. എനിക്ക് ആക്ച്വലി ആ ഫൈറ്റ് കണ്ടിട്ട് ഞാൻ വിഷയവും പഠിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഈ വരത്തൻ സിനിമ പോലെ അതിങ്ങനെ സ്ലോ ആയിട്ട് പോയിട്ട് എൻഡിൽ പോയിട്ട് ഒരു ബാം എന്നുള്ളൊരു കൊണ്ടിടുന്ന ഞങ്ങളെ കൈയടി നല്ല അസറായി ചെയ്തിട്ടുണ്ട്. ലൊക്കേഷനിൽ പോയിട്ടുണ്ടായിരുന്നു? ഇല്ല ഇല്ല. അച്ഛൻ കുവൈറ്റിലായിരുന്നു, ഞാൻ കുവൈറ്റിലായിരുന്നു. ഞാനിപ്പോ വന്നേ ഉള്ളൂ. ഇതിന്റെ തിരക്കായിട്ട് ഇങ്ങനെ വന്നതാണ്. ഞാൻ ഇവിടെ തന്നെ ആയിരുന്നല്ലോ. അപ്പൊ അച്ഛൻ, ഞാൻ അവിടെ നിന്ന് വിളിക്കാം, അച്ഛനെ എല്ലാ 5 minutes വിളിക്കും. ഓക്കെയാണോ ചെയ്യുന്നുണ്ടോ, മര്യാദ ചെയ്യുന്നുണ്ടോ, ഫുള്ളോൺ. ഞാനിങ്ങനെ ഇടയ്ക്ക് അച്ഛൻ ഞാൻ വിളിക്കാം, ഒന്ന് വെക്ക് എന്നിട്ട് ഞാൻ ഫോണ് കട്ട് ചെയ്യാം. കാരണം അച്ഛനോട് സംസാരിക്കുമ്പോഴേക്കും എനിക്കുള്ള പ്രഷർ കൂടും. സമാധാനിപ്പിക്കാൻ വിളിക്കാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതലും സിനിമകളും ലാലേട്ടന്റെ കൂടെ തന്നെയായിരുന്നു. ലാലേട്ടന്റെ മകനായിട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ലാലേട്ടന്റെ വില്ലനായിട്ട് ചെയ്തിട്ടുണ്ട് ശ്രദ്ധയിലൊക്കെ. അപ്പോ ഏറെക്കുറെ ലാലേട്ടന്റെ എല്ലാമായിട്ട് ചെയ്തിട്ടുണ്ട്. ചെറുപ്പകാലം തൊട്ടിട്ട് ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്. സർവകലാശാല ഒക്കെ പഴയ നല്ല ലാലേട്ടന്റെ ചെറുപ്പമായിട്ട് കുട്ടിക്കാലം, അർഹത, ഭരതം, മകനായിട്ട് സൂര്യഗായത്രി. അതായിരുന്നു സൂര്യഗായത്രി വാസ് എ വെരി ഗുഡ് ഫിലിം. വളരെ അന്നത്തെ കാലത്ത് നല്ലൊരു ഹിറ്റായ ഒരു മൂവി. ഇന്നും സ്റ്റിൽ പീപ്പിൾ റിമെമ്പർ മീ ഓൺലി ബിക്കോസ് ഓഫ് ദാറ്റ് മൂവി. ആൾക്കാർ റിലേറ്റ് ചെയ്യുന്ന തന്നെ അത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ വൈപ്പ് ഔട്ടായി. സോ ദാറ്റ് സ്റ്റിൽ ദാറ്റ് വൺ മൂവി ഈസ് മോർ ദാൻ എനഫ്. എന്നെ സംബന്ധിച്ചിടത്തോളം സ്റ്റിൽ പീപ്പിൾ റിമെമ്പർ ദാറ്റ്. ഇന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കി ആ ഒരു പടം കിട്ടുള്ളൂ ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. മോസ്റ്റ്ലി എല്ലാം പോയി കഴിഞ്ഞു. മോസ്റ്റ്ലി എല്ലാവരും മനസ്സിലെന്താ ക്യാരക്ടർ സൂര്യഗായത്രിയിലത്തെ ക്യാരക്ടറാണ്. പക്ഷെ ഞാൻ അങ്ങനെ അധികം ആ പടം കാണാറില്ല. അച്ഛനായാലും മരിച്ചു, എനിക്ക് അച്ഛൻ മരിച്ചോട് പടങ്ങൾ കാണാനേ ഇഷ്ടമല്ല. ചതുരംഗത്തിൽ മരിച്ചു, കുരുക്ഷേത്രത്തിൽ മരിച്ചു, ഇതിൽ മരിച്ചു,
കുരുക്ഷേത്ര ഉണ്ടായിരുന്നു. കുരുക്ഷേത്ര ഉണ്ട് ലാലേട്ടനൂടെ. ഓക്കെ. അപ്പൊ അതേപോലെ തന്നെ മകളും ഒരു തുടക്കം ലാലേട്ടനും കൂടി ഈ സിനിമയിലുണ്ടല്ലോ. പിന്നെ പറയാലോ, കുഴപ്പമില്ല. പിന്നെ ഡെഫിനറ്റ്ലി. അപ്പോ മകളുടെ തുടക്കവും ലാലേട്ടനും കൂടെയാണ്. അതൊരു കോയിൻസിഡൻസ് ആയിട്ടാണോ ഫീൽ ചെയ്യുന്നത്? അത് ആക്ച്വലി ഒരു കോയിൻസിഡൻസ് തന്നെയാണ്. ആൻഡ് നമ്മളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഇൻഡസ്ട്രിയിൽ ഒരു മൂവി ഇൻഡസ്ട്രിയിൽ ഒരു പാട്ടാവുക എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഈസ് സംതിങ് ബിഗ്. അപ്പോൾ വലുതോ ചെറുതോ എന്നുള്ളതല്ല, അത് എസ്പെഷ്യലി ലാലേട്ടൻ്റെ കൂടെ തുടങ്ങാനായിട്ട് അവൾക്കൊരു തുടക്കം കിട്ടിയത് ഇറ്റ്സ് എ കോയിൻസിഡൻസ് ആൻഡ് വി ആൾ ബ്ലെസ്ഡ് ആൻഡ് വി ആർ റിയലി ലക്കി ഫോർ ഇറ്റ്. അതുകൊണ്ട് ഈ തുടക്കം കണ്ടിന്യൂസ് തുടക്കങ്ങളാവട്ടെ, ഒരു ഗംഭീര തുടക്കമാവട്ടെ എന്നുള്ളതാണ്. എന്തെങ്കിലും അഡ്വൈസ് കൊടുത്തിരുന്നോ? കാരണം ഇത്ര നാളെ സിനിമകൾ ഉണ്ടായ ഒരാളാണ്, ഒരുപാട് സിനിമകൾ ചെയ്ത ഒരാളാണ്. തന്ന അഡ്വൈസ് ഞാൻ പറയാം, അതായിരിക്കും നല്ലത്. അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വൈസുകൾ കൂടും. അച്ഛൻ പൊതുവെ അഡ്വൈസ് ഒന്നും അങ്ങനെ ഒരുപാട് ചെയ്യൂല, പറയുന്നത് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് തരും. പക്ഷെ അച്ഛൻ ബേസിക് ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ഫസ്റ്റ് തിങ് അച്ഛൻ പറഞ്ഞത്, ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും ആരും അങ്ങോട്ട് കൊണ്ടുവന്ന് തരില്ല. സോ വെൻ ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി യു ഹാവ് ടു ടേക്ക് ഇറ്റ്. അതിൽ നമ്മൾ വലുത് ചെറുത് ഈഗോ അതൊന്നും കാണാൻ പാടില്ല. നിനക്കൊരു ജോലി വേണമെന്നുണ്ടെങ്കിൽ പോയി ചോദിക്കണം, അതിൽ ഒരു നാണക്കേടും വിചാരിക്കേണ്ട ആവശ്യമില്ല. അങ്ങോട്ട് പോവുക, ചോദിക്കുക, അവർ കിട്ടിയാ കിട്ടി, പോയാ പോയി, കുഴപ്പമില്ല. ചോദിച്ചല്ലോ, പോയ ഒരു വാക്ക്, അതാണ് അച്ഛൻ എനിക്ക് ഫസ്റ്റ് പറഞ്ഞത്. അതെ. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ പറഞ്ഞിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ പങ്ക്ച്വാലിറ്റിനെ കുറിച്ചാണ്. അച്ഛൻ നല്ല പങ്ക്ച്വൽ ആയിട്ടുള്ള ഒരാളാണ്. സോ ഹിസ് ഓൾവേസ്, എന്നെ ചെറുപ്പം തൊട്ടേ എൻ്റെ പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിൽ ഹി വാസ് വെരി സ്ട്രിക്റ്റ്. ഐ വാസ് നെവർ ലേറ്റ്. ഞാൻ ഒരിക്കലും സ്കൂളിൽ ലേറ്റ് ആവില്ല, ജോലിക്ക് ലേറ്റ് ആവില്ല, എവിടെ ഞാൻ ലേറ്റ് ആവാറില്ല. ഇനി ലേറ്റ് ആവാണ്ടിരുന്നാൽ മതി, പിന്നെ ഇനി ആവില്ല. അത് അപ്പൊ ഇത് പേടിപ്പിക്കുന്ന ഭീഷണിയാണ്. ഇങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത്, മനസ്സിലായില്ലേ? കഷ്ടപ്പാടാണ്. കാരണം ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ളവർത്തോളം ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള വേണ്ട, അത്ര ആ നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടു നടക്കണം. അച്ഛൻ എനിക്കത് വളരെ ക്ലീൻ ആയിട്ട് പറഞ്ഞു തന്നു. നീ വേറൊരാളുടെ ടൈം റെസ്പെക്ട് ചെയ്താൽ നാളെ അവർ നിന്റെ ടൈം റെസ്പെക്ട് ചെയ്യുള്ളൂ. അതൊന്ന് പറഞ്ഞു തന്നു. പിന്നെ എല്ലാവരെയും ഒരുപോലെ നല്ല റെസ്പെക്ട്ഫുള്ളി ഹാൻഡിൽ ചെയ്യുക. ഇന്നൊക്കെയല്ലേ മൂവി, എന്താ പറയാ, നമ്മുടെ ചെറുപ്പകാലത്ത് എവ്രി വൺ വാസ് ലൈക്ക് ഒരു കൂട്ടുകുടുംബം മാതിരിയാണ് ഒരു മൂവി. ഞാൻ പറഞ്ഞു എല്ലാവരെയും ഈക്വലി കാണുക, അതിൽ വലുതായാലും അതെ ചെറുതായാലും അതെ, അങ്ങനെ ഒരു വലിപ്പ ചെറുപ്പത്തിന്റെ ആവശ്യമില്ല. സോ ഈവൻ വളർന്നു കഴിയുമ്പോഴാണല്ലോ ഇതൊക്കെ ഇഷ്യൂസ് വരുന്നത്. അപ്പൊ അങ്ങനെ ഇഷ്യൂസ് വരാണ്ടിരിക്കാൻ ആദ്യമേ തൊട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ. ഇപ്പൊ അച്ഛൻ എന്ന് പറയുമ്പോഴേക്കും മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മുഖമാണ്. കാരണം ഈ പറയുന്ന അതെ, കാരണം ഞങ്ങള് ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വരുന്നു, അപ്പൊ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്താണ് ഓ ഇദ്ദേഹമാണ് അച്ഛൻ. ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം ഒരുപാട് നാളായിട്ട് നമ്മൾ കാണുന്നില്ല സിനിമകളില്. അപ്പം ഇപ്പൊ എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ മോള് സിനിമയിലേക്ക് വരുന്നു. അപ്പൊ ഞങ്ങൾ പറയാം എന്തായാലും ഒരു ഡയലോഗ് നമുക്ക് നേരിട്ട് പോയിട്ട് ഇന്റർവ്യൂ എടുക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നത്. വളരെ സന്തോഷം. എങ്ങനെയുണ്ട് ഇപ്പം അച്ഛന്, അതായത് മലയാളികൾക്ക് ഇത്രയും പരിചയമുള്ള ഒരാളാണ്, ഒരു ആക്ടറാണ്. അപ്പൊ ഒരു ആക്ടറിന്റെ മോൾ എന്ന നിലയിൽ എന്തൊക്കെ പ്രിവിലേജസ് ഉണ്ട്? പ്രിവിലേജസ് ഡെഫിനറ്റ്ലി. എൻ്റെ ഫസ്റ്റ് പ്രിവിലേജ് മോഹൻലാൽ സാറിന്റെ ഫാമിലി അറിയാമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രിവിലേജ്. അത് അച്ഛനെയും പിന്നെ എൻ്റെ അച്ഛനും. എന്റെ അച്ഛൻ പ്രൊഡ്യൂസർ ആയിരുന്നു. സർവകലാശാലയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തത് അച്ഛനായിരുന്നു. പിന്നെ അച്ഛൻ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പഴയ കാലത്ത് പാളങ്ങള്, പറയാൻ വയ്യ പറയാതിരിക്കാൻ വയ്യ, അങ്ങനെ കുറെ പടങ്ങള് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അച്ഛനാണ്. ഞാൻ ചാച്ചാന്നാ വിളിക്കുക. അപ്പോ അങ്ങനെ എനിക്ക് ഇത്രയും വലിയൊരു ഫാമിലി ആയിട്ടുള്ള ബന്ധങ്ങള്, പിന്നെ നമുക്ക് പുറത്ത് പോകുമ്പോൾ ബാക്കിയുള്ളവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു റെസ്പെക്ട്, അത് ഞാൻ ഉണ്ടാക്കിയ റെസ്പെക്ട് അല്ല. ബിക്കോസ് ഐ എം യെറ്റ് ടു ഗെയിൻ ദാറ്റ് റെസ്പെക്ട്. ബട്ട് എൻ്റെ ഫാമിലിയിലെ ആൾക്കാർ ഉണ്ടാക്കിയ ഒരു റെസ്പെക്റ്റിലാണ് ആ ഒരു പ്രിവിലേജ് എന്നും ഉണ്ട്. ഓക്കെ, ഞാൻ ഒരു പിക്ചർ കാണിച്ചു തരാം. അപ്പം ജസ്റ്റ് അതിൻ്റെ ഒരു മെമ്മറി പറഞ്ഞാൽ മതി. ഓ, ഇതിലെനിക്ക് ഒരു മെമ്മറി ഓർമ്മയില്ല. ഞാൻ അച്ഛൻ പറഞ്ഞു അയ്യോ, ഷിതമ്മയുടെ കല്യാണത്തിന് എടുത്താന്ന് തോന്നുന്നു. അമ്മയുടെ റിസപ്ഷന് വേണ്ടിട്ട് എടുത്ത ഫോട്ടോ ആണ്. എത്ര വയസ്സുണ്ടാവും ഇപ്പൊ ഇതില്? അവൾക്ക് 2.5 2.5 3.
ആ ആളും ഇപ്പൊ ഈ ഇരിക്കുന്ന ആളും അയ്യോ എനിക്ക് ഈ ആളെയാണ് ഇഷ്ടം. ഈ ആ ഫോട്ടോയിലുള്ള ഫോട്ടോയിലുള്ള ആളെ, ഈ ആളെ ഇഷ്ടപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അതെന്താ? അതാ സ്വഭാവം. അത് എന്റെ ഡിറ്റോ സ്വഭാവം എങ്ങനെയായിരുന്നു ഞാൻ ചെറുപ്പത്തില്, അതാണ് അവള്. ഫുൾ കുറുമ്പ, ഫുൾ കുറുമ്പ്, ഫുൾ അലമ്പ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ക്യൂട്ട് ഫേസ് വെച്ചിട്ടൊന്നും പോണ്ട. ഡേഞ്ചറാ. ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. ഞങ്ങളെ ഇറക്കി വിടൂട്ടോ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ കുഴപ്പമുണ്ട്. ഞങ്ങൾ സംസാരിച്ച സമയത്ത് ഭയങ്കര ഞാൻ പാവം കുട്ടി. അല്ല ഞാൻ നോർമല് ഞാൻ സ്വീറ്റ്, ഞാൻ അങ്ങനെ സ്വീറ്റ് അല്ല. പ്ലീസ് ലെറ്റ് മീ ടോക്ക്. അവള് ജിമ്മിലൊക്കെ അവള് വർക്ക് ചെയ്യുന്ന ജിമ്മില്, ഐ മീൻ ഇവിടെ ജിമ്മിലൊക്കെ പോകുന്ന ജിമ്മിലെ കുട്ടികളോട് പിള്ളേരോട് ചോദിച്ചാൽ മതി, ഇങ്ങനെ വടി എടുത്തിട്ടാ പഠിപ്പിക്കുക. അവള് ഡാൻസ് പഠിപ്പിക്കുമ്പോൾ അങ്ങനെ ഭയങ്കര പേടിയാ കുട്ടികൾക്ക്. ആണോ? ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ആണോ ശരിക്കും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്? ഞാൻ പഠിപ്പിക്കുന്ന കാര്യത്തില് വെൻ ഇറ്റ് കംസ് ടു ടീച്ചിങ് ഞാൻ സ്ട്രിക്റ്റ് ആണ്. പക്ഷെ ഞാൻ ഇങ്ങനെ വടിയെടുത്ത് പഠിപ്പിക്കുന്ന അങ്ങനെയൊന്നുമില്ല. പക്ഷെ കാര്യങ്ങൾ പറയുന്നത് ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയും. എനിക്ക് അങ്ങനെ ബട്ടർ ചെയ്ത് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് ഇതുവരെ പഠിച്ചിട്ടില്ല. ഇഷ്ടമല്ല. ഐ വുഡ് ലൈക്ക് ടു ബി ലൈക്ക് ദാറ്റ് ഓണസ്റ്റ്ലി. എനിക്ക് ഒരാളുടെ അടുത്ത് നല്ല സ്വീറ്റ് ആയിട്ട് കാര്യങ്ങൾ, എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞെത്തിക്കണം എന്ന നല്ല ആഗ്രഹമുണ്ട്. കാരണം എൻ്റെ അനിയൻ അങ്ങനെയാണ്. കാരണം അവനെല്ലാം നല്ല സ്വീറ്റ് ആയിട്ട് എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ പാവമൊന്നുമല്ല. അത് അവൻ അറിയാത്തോണ്ടാണ്. അല്ല അറിയാം, പക്ഷെ ഐ മീൻ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഓക്കെ. അപ്പൊ അച്ഛൻ ഇങ്ങനെ ഇടയിൽ പറഞ്ഞു, ഞാൻ മറന്നു എന്താ പറയാൻ വന്ന. എനിക്ക് അങ്ങനെ ബട്ടർ ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ ഇപ്പൊ കിച്ചു അങ്ങനെയാണ്, എൻ്റെ അനിയൻ അങ്ങനെയാണ്. അവൻ എല്ലാവരുടെ അടുത്തും നല്ല സ്വീറ്റ് ആയിട്ട് പറയുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അത് അങ്ങനെ ബട്ടർ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് പറയാൻ എനിക്ക് അറിയില്ല. ഐ വുഡ് ലൈക്ക് ടു ബി ലൈക്ക് ദാറ്റ് ഓണസ്റ്റ്ലി. അത് എൻ്റെ കുറവുകളിൽ ഞാൻ നന്നാക്കാൻ ശ്രമിക്കുന്ന 1-2 കാര്യങ്ങളിൽ ഒന്നാണത്. ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് ബട്ടർ ചെയ്ത് നല്ല രീതിയിലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, there are some places ഡിപ്ലോമാറ്റിക് ആയിട്ട് നിക്കണം. നമുക്ക് എല്ലാവരുടെയും സിറ്റുവേഷനും ചിന്തിച്ച് വേണം നമ്മൾ സംസാരിക്കാൻ. അത് ഞാൻ ഐ എം ട്രൈങ് ടു ലൈക്ക് അത് ഐ എം വർക്കിംഗ് ഓൺ ഇറ്റ്. ഹോപ്പ്ഫുള്ളി എന്തെങ്കിലുമൊക്കെ നന്നാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കും. ഇനി നെക്സ്റ്റ് അച്ഛനുള്ളതാണ്. മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡന്റ് ആണ്. ഞാൻ ചോലയില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ചെന്നൈയിൽ ആദ്യമായിട്ട് എൻ്റെ ക്രേസി ഫാൻ ഓഫ് രജനി സർ. ക്രേസി ഫാൻ എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ പറഞ്ഞല്ലോ. ഒരു പടമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്നും ടീഷർട്ട് ഇട്ടിട്ട് അദ്ദേഹത്തിന്റെ ടീഷർട്ട് ഇട്ടിട്ടൊക്കെ ഞാൻ തിയേറ്ററിൽ പോയി പടം കാണുന്ന ഒരാളാണ്. അദ്ദേഹം അവിടെ വന്നു. അപ്പം ഞാൻ കിച്ചണിൽ പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡിഷാണ് ദാൽ മഖനി റൊട്ടി, പുള്ളിയുടെ ഒരു സ്ഥിരം. അപ്പോൾ അദ്ദേഹം വന്നിട്ട് എല്ലാവരും വന്നിട്ട് പറഞ്ഞു, മാനേജേഴ്സൊക്കെ പറഞ്ഞു, പ്ലീസ് പുള്ളിക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ ഷെഫ് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് പുള്ളിക്ക് വേണ്ടിയിട്ട് ദാൽ മഖനി ചെയ്തത് ഞാനാണ്. ദാൽ മഖനി ചെയ്തിട്ട് ഞാൻ തന്നെ, പുള്ളി എല്ലായിടത്തും പറഞ്ഞു സർവീസിൽ ആർക്കും പോകാൻ പേടിയാണ് സാറിനോട്. കാരണം പുള്ളിക്ക് ചെറിയ ടേസ്റ്റിലൊരു ഫ്ലക്ച്വേഷൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പുള്ളി പെട്ടെന്ന് ചീത്ത പറയായിരുന്നു അന്നത്തെ കാലത്ത്. അങ്ങനെ പുള്ളി പറഞ്ഞിട്ട് പുള്ളിക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ കേൾക്കുകയാണെങ്കിൽ ഞാനല്ലേ കേൾക്കണം, നേരിട്ട് ദാൽ മഖനി കൊണ്ടുപോയി. ദാൽ മഖനി കഴിച്ചു. എൻ്റെ മുഖത്തിങ്ങനെ നോക്കി പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, മനോ പാട്ടുകാരൻ, സിംഗറുണ്ട് തമിഴ്, അദ്ദേഹം ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ ഇരുന്ന് കഴിച്ചതിന് ശേഷം പുള്ളി നേരെ എണീറ്റിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എനിക്ക് ഇവിടെ ഒരു ഉമ്മ. ഞാൻ പറഞ്ഞു, സാർ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ കിട്ടിയ ഫോട്ടോ ആണ്. അന്നത്തെ കാലത്ത് 500 റുപ്പീസിൻ്റെ ടിപ്പ് അദ്ദേഹം സകല പേർക്കും, അവിടെയുള്ള എല്ലാ സ്റ്റാഫുകൾക്കും അദ്ദേഹം കൊടുത്തിട്ടാണ് പോയത്. അന്നത്തെ 500 എല്ലാവർക്കും. വൈഫിന്റെ ബാഗിൽ നിന്ന് ഇങ്ങനെ ഒരു ബണ്ടിലെടുത്തു, എല്ലാവർക്കും പുള്ളി പൈസ കൊടുക്കും. അങ്ങനെയാണ് പുള്ളി എപ്പോൾ വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് ഫുഡ് ഇഷ്ടമായാൽ, സർവീസ് ഇഷ്ടമായാൽ യൂസ് ടു ഡു ദാറ്റ്. അങ്ങനെയുള്ളൊരു ഇതിലാണ് ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ട് ഫസ്റ്റ് എടുത്ത ഫോട്ടോഗ്രാഫ്. ഒരു ഫോട്ടോക്ക് പിന്നിൽ എന്തൊക്കെ സ്റ്റോറീസ് ഉണ്ടല്ലേ.
ഓക്കെ. അതുപോലെ വേറെ ആർക്കെങ്കിലും ഇപ്പം വർക്ക് ചെയ്ത സിനിമകളിലോ അങ്ങനെ എപ്പോഴെങ്കിലും ഫുഡ് ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ദീപിക പദുക്കോണിന് ഞാൻ ചെയ്തിട്ടുണ്ട്. ഫുഡ് ബാംഗ്ലൂർ വെച്ചിട്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം ഇതേപോലെ സ്പൈസ് ലെവൽ പറ്റില്ല, അങ്ങനെ ഉണ്ട് ഇഷ്യൂസ്, അങ്ങനെ കുറെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് സ്പൈസ് ഒക്കെ കുറച്ചപ്പോൾ അവർ പറഞ്ഞു, ആരാ പറഞ്ഞാൽ ഞാൻ സ്പൈസ് കഴിക്കില്ല എന്ന്. അപ്പോൾ എനിക്ക് ഐ ലൈക്ക് സ്പൈസി ഫുഡ് എന്ന് പറഞ്ഞു. അങ്ങനെ കിച്ചണിൽ പോയി അഗെയിൻ വി മെയ്ഡ് ഇറ്റ് സ്പെഷ്യലി ഫോർ ഹർ. അങ്ങനെ ദീപിക പദുക്കോണിന്റെ കൂടെ ഐ മീൻ ഫോട്ടോ എടുത്തിട്ടില്ല, ബട്ട് ഐ ഹവ് സെർവ്ഡ് ഹർ. ഓക്കെ ഓക്കെ. അതും ലാലേട്ടന്റെ ഹോട്ടൽ വെച്ചിട്ടാണ് അവിടെ. യെസ്, ബാംഗ്ലൂർ. ഓക്കെ 36 ഹാർബർ മാർക്കറ്റ്. ഹാർബർ മാർക്കറ്റ്. ഓക്കെ ഇപ്പം ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് ബുർജില് ദുബായ്. ലാലേട്ടനെ കാണാൻ, ലാലേട്ടൻ എപ്പോൾ വന്നു കഴിഞ്ഞാലും ഞാൻ അവിടെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് എന്തായാലും പുള്ളിനെ ഒന്ന് കണ്ടൊരു ഹായ് ഹലോ പറയുന്ന ഒരു പതിവുണ്ട്. ആ പതിവിലൊന്നാണ്. പിന്നെ അദ്ദേഹത്തിന്റെ അപ്പാർട്ട്മെന്റ് ഉണ്ട് അവിടെ. ഞാനത് കണ്ടിട്ടില്ല, എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ കാണാനുള്ള പൂതിക്ക് വേണ്ടിയിട്ട് ഒന്ന് പോയിട്ട് ഞാനുണ്ട്, നമ്മുടെ ബിജു ഏട്ടൻ, നിറപറയുടെ ബിജു ഉണ്ട്, അങ്ങനെ കപ്പിൾ ഓഫ് ഫ്രണ്ട്സ് വെന്റ് ആൻഡ് ഓൾവേസ് എന്താ പറയാ, ലാലേട്ടനെ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ഇവിടെ വന്നു കഴിഞ്ഞാലും ഇവിടെ താമസിക്കാം. ഇവിടെയോ? യെസ്. ഓക്കെ. ഈസ് മോർ ലൈക്ക് എന്താ പറയാ, ഒരു ഫാമിലിയാണ് നമുക്ക്. മോർ ലൈക്ക് എ ഫാമിലി എന്നല്ല, ഹി ഈസ് ഫാമിലി ഫോർ അസ്. സുയി ചേച്ചി, ചേട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പത്തൊട്ടിട്ട് എന്താ പറയാ, അത് ദേ ആർ നോട്ട് എന്താണ് ഔട്ട്സൈഡർ അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഈസ് വെരി മച്ച് ഫാമിലി. സോ ഓൾവേസ് ദാറ്റ് കണക്ഷൻ ഇസ് ദേർ. അതുപോലെ തന്നെ വന്നപ്പോഴും പറയുന്നത് നരസിംഹം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന്. നരസിംഹത്തിന്റെ മമ്മൂക്കയുടെ ഫസ്റ്റ് പോർഷനില്ലേ, ആ ഫസ്റ്റ് പോർഷൻ ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്, താഴത്തെ ഹാളില്. ലാലേട്ടൻ ചെയ്തിട്ടുണ്ട് നരസിംഹത്തില്. പല പടങ്ങളിലും ഇവിടെയും നമ്മുടെ അയ്യപ്പ വിളക്ക്, വീടിന്റെ ഫ്രണ്ട്, ആ വിളക്കിന്റെ ഫ്രണ്ട് വിളക്കായിട്ട് കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പഴയ ഷാജേട്ടൻ സ്ഥിരം ഇവിടുന്ന് ഒരു തുടക്കം കുറിക്കൽ പുള്ളിക്ക് ഒരു പതിവുണ്ടായിരുന്നു അന്നത്തെ സമയത്തൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സിനിമ അത്യാവശ്യം. നെക്സ്റ്റ് വൺ ഇതാണ് ലൈഫിലെ ഏറ്റവും എന്താ പറയാ നല്ലൊരു പടം എന്ന് പറയാനായിട്ട് കിട്ടിയൊരു പടമായിരുന്നു. അന്നത്തെ കാലത്ത് ഇറ്റ് വാസ് എ സൂപ്പർ ഹിറ്റ് ആൻഡ് സ്റ്റിൽ ഇന്നും ആൾക്കാർ എന്നെ അറിയുമെങ്കിൽ ഈ ഒരു പടം കൊണ്ടിട്ട് തന്നെ ആയിരിക്കും. കാരണം പഴയ പടങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാനും മറന്നുപോയിട്ടുണ്ടാവും ആൾക്കാർ. എനിക്ക് മാത്രമേ ഉള്ളൂ പഴയ, എൻ്റെ ഒരു ജനറേഷൻ മാത്രമേ ഈ അടൂർവാസി സാറ്, ബഹദൂർ സാറ്, ശങ്കരാടി സാറ്, ഇവരൊക്കെ ആയിട്ട് അഭിനയിക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റും കൂടിയാണ് ഞാൻ. എല്ലാവരുടെയും കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആ പഴയ ജനറേഷനും യങ് ജനറേഷനിലേക്ക് കടന്നിട്ടില്ല. ഇനി വയസ്സാവണല്ലോ, ഇനിയും കിടക്കാലോ. ഈ രണ്ട് ഫോട്ടോസ് ഞാൻ പറയണോ ആർക്കാണെങ്കിലും പറയട്ടെ. ഓക്കെ. ഇത് ആക്ച്വലി നമ്മൾ പടത്തിന്റെ പൂജയുടെ സമയത്ത് വേണ്ടിയിട്ട് പൂജയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ ഇന്ന് ലാലങ്കിൾ ഉണ്ടായിരുന്നു, സുജിക്കുഞ്ഞമ്മ, ആ ഫോട്ടോയിൽ കാണുന്ന എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആരോ ലാലങ്കിൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫോട്ടോ എടുക്കണമെങ്കിൽ ലാലങ്കിൾ നമ്മളെന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒപ്പം നിന്നു ഫോട്ടോ എടുത്തതാണ്. ഓക്കെ. ഇപ്പൊ സിനിമയിൽ ഒരുപാട് നല്ലതായിട്ട് വിട്ടു നിൽക്കുന്നുണ്ടല്ലോ. അപ്പം അത് ലൈക്ക് ഇത്രയും സിനിമകൾ ചെയ്തു, ആളുകൾ ഇത്ര അക്സെപ്റ്റ് ചെയ്ത ഒരു സമയത്ത് പെട്ടെന്ന് അതിൽ നിന്ന് 2009 അതിനുശേഷം പിന്നീട് സിനിമകൾ ചെയ്തിട്ടില്ല. അപ്പൊ അതെങ്ങനെ പ്രൊഫഷൻ, അതായത് മറ്റേ ഷെഫായിട്ട് നിൽക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടത്തോടു കൂടി വിട്ടതാണോ? നമ്മള് സ്വന്തമായിട്ട് നമ്മളെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഏതിലാ ബെറ്റർ എന്നുള്ളത് നമുക്ക് തന്നെ ചില സമയത്ത് ഒരു തോന്നൽ വരും. ആ തോന്നലിൻ്റെ ഒരു ഭാഗമായിരുന്നു ഐ വുഡ് ബി മച്ച് ബെറ്റർ ആസ് എ ഷെഫ് ദാൻ ആൻ ആക്ടർ എന്നുള്ളത് എനിക്ക് തന്നെ തോന്നിയൊരു റിയലൈസേഷനാണ്. ഐ തോട്ട് ലൈക്ക് ഓക്കെ, ഷെഫ് കരിയറിൽ അന്നൊരു കാരണം അന്ന് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അറിയാലോ, എല്ലാവർക്കും കയറി തിളങ്ങാൻ പറ്റില്ല. സ്റ്റാർസ് ആർ ലിമിറ്റഡ് ആൻഡ് അധികം പടങ്ങളും ഇല്ലല്ലോ. ഇന്ന് എത്ര പടങ്ങളാണ് വരുന്നത്, ഇഷ്ടം പോലെ പടങ്ങളല്ല. അന്ന് ഈ പലപ്പോഴും കിട്ടുന്ന റോളുകളിൽ നിന്നും ദമ്പടീസ് നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. സോ ഐ നീഡഡ് എ കരിയർ. അങ്ങനെ ഒരു കരിയർ ഉണ്ടാക്കിയ കൂട്ടത്തിൽ
പിന്നെ പതുക്കെ അങ്ങനെ അങ്ങ് പോയി, അത്രേ ഉള്ളൂ. പിന്നെ തിരിച്ചു വരാനായിട്ട് ഒരു സന്ദർഭമൊന്നും കിട്ടിയില്ല. ഇപ്പൊ ഞാൻ മസ്താനിക്ക് പറയുന്നത് റിലേറ്റ് ആവുന്നുണ്ട്. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, ഒരു കരിയർ ഉണ്ടാക്കിയിട്ട് വേണം സിനിമയിലോട്ട് ഇറങ്ങാൻ. അച്ഛൻ ഫുൾ സപ്പോർട്ടായിരുന്നു. ബട്ട് he just made sure that I had another career. പ്രോപ്പർ എഡ്യൂക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഇതിലേക്ക് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. താങ്ക് ഗോഡ് അങ്ങനെ തന്നെയാണ് അവള് വന്നത്. ഓക്കെ, ഇനിയിപ്പോ ഒരു തിരിച്ചുവരവിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. എനിക്ക് അങ്ങനെ അറിയില്ല. കാരണം എന്താ പറയുക, ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഒരു 17 കൊല്ലത്തിന് ശേഷം ഇങ്ങനെ ഒരു ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഐ ഡോണ്ട് ഇവൻ കം ഇൻ ഫ്രണ്ട് ഓഫ്, എന്താ പറയുക, ഒരു വീഡിയോ പോലും എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളല്ല. പിന്നെ അവളുടെ കാര്യം ആയതുകൊണ്ട് ഓക്കെ. അപ്പൊ ഇനിയിപ്പോ ഒരു ഇപ്പം ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എന്തായാലും ആസ് ഇറ്റ് ഇസ് പ്ലാൻ ഒന്നുമില്ല. ഇനിയിപ്പം മേ ബി കുറച്ചും കൂടി വയസ്സാവട്ടെ അല്ലേ? ഓക്കെ. എങ്ങനെ മകൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടോ അച്ഛൻ തിരിച്ച് ആക്ടിങ്ങിലേക്ക് വരണം? ഡെഫിനറ്റ്ലി ആഗ്രഹമുണ്ട്. അച്ഛനെ തോന്നുന്നത് അച്ഛൻ അതിൽ ടാലന്റ് ഇല്ല, കാലിബർ ഇല്ല എന്നായിരുന്നു. ഇറ്റ്സ് ഓൾ ടൈം. നമുക്ക് എല്ലാ ടൈമും നന്നായിരിക്കണം നിർബന്ധമില്ല. പക്ഷെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്ന കാര്യം തന്നെ ഞാൻ അച്ഛനോട് പറയില്ല, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അതിനൊരിക്കലും നമ്മൾ നോ പറയരുത്. നമ്മൾ കിട്ടുമ്പോൾ അത് എടുക്കുക, അത് ചെയ്യുക. നന്നായോ നന്നായില്ലേ, ഇറ്റ്സ് ഓക്കെ, ജസ്റ്റ് ഡു ഇറ്റ്. ഓക്കെ, നമുക്ക് ഇനിയിപ്പോ അവരെ കൂടി വിളിച്ചിട്ട് നമുക്ക് ബാക്കി കുറച്ച് വളരെ വലിയ വിശേഷങ്ങൾ സംസാരിക്കാനുണ്ട്. ഓക്കെ, അപ്പോ നമ്മള് നേരത്തെ 2 പേരായിരുന്നു ഇരുന്നത്, ഇപ്പൊ ഹൗസ്ഫുൾ ആയിട്ടുണ്ട്. ആരൊക്കെയാണ്? ഓക്കെ, സോ എനിക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എൻ്റെ അച്ഛനും അച്ഛമ്മേനെയും കുറിച്ചാണ്. ഞാൻ ചാച്ച മമ്മ എന്നാണ് ചെറുപ്പം തൊട്ട് വിളിക്കുന്നത്. എന്നെ വളർത്തിയത് ഇവര് രണ്ടുപേരല്ല, എൻ്റെ അച്ഛനും അമ്മയല്ല, എന്നെ വളർത്തിയത് ഇവര് രണ്ടുപേരുമാണ്. എൻ്റെ കുഞ്ഞുകാലം തൊട്ട് ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ എൻ്റെ എല്ലാ ഫങ്ഷൻസ്, പ്രോഗ്രാംസ്, പാരന്റ്സ് ടീച്ചേഴ്സ് മീറ്റിംഗ്, അങ്ങനത്തെ എല്ലാ പരിപാടികൾക്കും എല്ലാത്തിനും ഇവര് രണ്ടുപേരും തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്നല്ല, പക്ഷെ അവർ പുറത്തായതുകൊണ്ട് എന്നെ കംപ്ലീറ്റ്ലി ഇവനെ അത് വളർത്തിയത് ഇവര് രണ്ടുപേരുമാണ്. സോ അവരെയാണ് എനിക്ക് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അച്ഛനെ പിന്നെ ഓൾറെഡി ഇൻട്രൊഡ്യൂസ്ഡ് ആണ്. ഇത് എൻ്റെ മമ്മി, എൻ്റെ അമ്മ. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും, എൻ്റെ എല്ലാ തെളിത്തരത്തിലും എല്ലാത്തിനും കൂട്ടി നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് എന്ത് വേണേലും, എൻ്റെ ഏതൊരു നല്ല കാര്യമാണേലും ചീത്തക്കാരാണേലും ഞാൻ ആദ്യം വിളിക്കുന്നത് അമ്മേനെയാണ്. അത് കഴിഞ്ഞിട്ട് അച്ഛനെ വിളിക്കും. അപ്പൊ അമ്മ ഞാൻ എൻ്റെ എല്ലാ സീക്രട്സും കാര്യങ്ങളും എല്ലാം അറിയുന്നൊരു സേഫ് സോണാണിത് എനിക്ക്. പിന്നെ ഇവരറിയുന്നതിനെക്കാട്ടിലും കൂടുതൽ സീക്രട്സ് അറിയുന്ന ആളാണ് ഇത് എൻ്റെ അനിയൻ. ഞങ്ങൾ ചെറുപ്പത്തിൽ ഭയങ്കര അടിയും വഴക്കൊക്കെ ആണെങ്കിലും ഞങ്ങൾ ഇപ്പൊ ഭയങ്കര ക്ലോസ് ആണ്. ലൈക്ക് എനിക്ക് ഇവരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ ഇവനെയാണ് ഫസ്റ്റ് ഇഷ്ടം എന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് അത്ര ക്ലോസ് ആണ് അവൻ. ആളും ഷെഫാണ്, രണ്ടുപേരും ഷെഫാണ്. എന്ത് തോന്നുന്നു ഇപ്പോ തുടക്കം, നമ്മുടെ മോളുടെ ഒരു തുടക്കമാണ്, അതും തിയേറ്ററിൽ ഇപ്പൊ ഭയങ്കര ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ട് ചെയ്തു, മെയിൻ ക്യാരക്ടറിന് ഡബ് ചെയ്തു, അതും ലാലേട്ടനും ഉള്ളൊരു സിനിമ, അതായത് നിങ്ങളുടെ തന്നെ ഫാമിലി പോലെ ഫീൽ ചെയ്യുന്ന ഒരു ബാനർ. അപ്പൊ എന്താ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? നിങ്ങൾ ഒന്നിച്ചാണ് തിയേറ്ററിൽ പോയത്, തിയേറ്ററിൽ പോയി കഴിഞ്ഞപ്പോ എന്താ ഫീൽ ചെയ്തത്? ആക്ച്വലി ഞാനും അനുവേട്ടനും പിന്നെ ഞങ്ങൾ 2-3 പേര് കൂടിയാണ് പോയി കണ്ടത്. പിന്നെ ഡാഡി മമ്മിയും പോയി കണ്ടു. എന്തായാലും ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം എന്തൊക്കെ പറഞ്ഞാലും മായയ്ക്ക് വേണ്ടി ഡബ് ചെയ്യാൻ പറ്റിയ ഇവർ കുട്ടിക്കാലം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരാണ്. അപ്പം അതൊക്കെ ഒരു വലിയ ഒരു ദൈവാനുഗ്രഹം തന്നെ പറയാം. പിന്നെ അവളുടെ ഹാർഡ് വർക്കും ഉണ്ട്, അതും പറയണം. അപ്പോൾ റിയലി ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റ് ആയിരുന്നു, പറയാതിരിക്കുക, പ്രൗഡ് മൊമെന്റ്. എൻ്റെ അപ്പൂപ്പനും അമ്മമ്മൊക്കെ ഫീൽ ചെയ്തു. ഞങ്ങൾക്ക് മോള് ഇത് ഇവരുടെ ബാനറിൽ ചെയ്യാൻ പറ്റി. അതൊക്കെ കുട്ടിയുടെ ഒരു ഭാഗ്യം കൂടിയാണ്. ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. ഇഷ്ടമായ സ്ക്രീനിൽ കണ്ടപ്പോൾ? തീർച്ചയായും. പിന്നെ വലിയൊരു താങ്ക്സ് സുചി ചേച്ചിക്ക് പറയണം. സുചിക്ക് വലിയൊരു, എത്ര താങ്ക്സ് പറഞ്ഞാലും പോരാ. കാരണം സുചിച്ചി അവളെ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് കാരണം അവൾക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടി. സോ അതേ ഞാൻ പറഞ്ഞ ഗോഡ് വർക്ക്സ് ഇൻ മിസ്റ്റീരിയസ് വേസ് എന്ന് പറയില്ലേ. സോ ഇറ്റ്സ് ലൈക്ക് ഒരു ബ്ലെസ്സിങ് തന്നെയാണ് സുചേച്ചി ഇതുപോലെ സുചേച്ചിക്ക് അത് തോന്നാനും അത് പറയാനും. സോ അതൊക്കെ. അച്ചാച്ചൻ എന്താ ഫീൽ ചെയ്തത്? ചാച്ച പണ്ട് മുതലേ അങ്ങനെയാ. ഞങ്ങളുടെ ഹാപ്പിനെസ് എന്താണോ
അതെല്ലാം കഴിഞ്ഞ് അത് അപ്പൊ ഞങ്ങളൊക്കെ ഹാപ്പിയാവും, അപ്പൊ ചാച്ച ഓട്ടോമാറ്റിക്കാ ഹാപ്പിയാവും. ചാച്ചയുടെ ഹാപ്പിനെസ് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മള് ഞങ്ങള് happy happy ആയിരിക്കുന്നതാണ് ആയാൽ ഡാഡിയുടെ ചാച്ച happiness. happy. അതാണ് ചാച്ചയുടെ ഹാപ്പി. ഓക്കെ, എന്ത് തോന്നി ചേച്ചി സ്ക്രീനിൽ കണ്ടപ്പോ? പ്രൗഡാണ്. എന്നാലും ഇറ്റ് വാസ് ഡിഫറെന്റ് ബിക്കോസ് എന്റെ സ്വന്തം ചേച്ചീനെ സ്ക്രീനിൽ കാണുന്ന ഒരു പ്രൗഡ് ഫീലിംഗ്. വലിയ ചേച്ചിനെ കണ്ടാൽ നമുക്ക് ഹാപ്പി ആവും. എല്ലാവരും ചേച്ചീനെ കണ്ട് ഓക്കെ, സ്വന്തം ചേച്ചീനെ സ്ക്രീനിൽ കാണുമ്പോ പിന്നെ ഒരു വേറെ ഫീലിംഗ് ആയിരുന്നു. നിങ്ങൾ എങ്ങനെ തല്ലുകൂടുന്ന സിബ്ലിങ്സ് ആണോ ഇപ്പൊ? ആയിരുന്നു. ആ, തല്ല് കൂടും ഇപ്പോഴും, തല്ല് കൂടുമായിരുന്നു. ഞങ്ങൾ ചെറുപ്പം പക്ഷെ ഇപ്പോഴൊക്കെ ചെറിയ ചെറിയ കാര്യത്തിന് ഒരു 5 മിനിറ്റ് പറഞ്ഞു തീർക്കുന്ന അടിയാണ്. WWF ആയിരുന്നു ചെറുപ്പത്തിൽ. പണ്ട് പറഞ്ഞു തീർക്കുന്ന പിന്നെ അടിച്ചു തീർക്കണമായിരുന്നു. കാരണം അച്ഛൻ നമ്മളെ വേണം വെച്ച് തല്ലുണ്ടായിപ്പിക്കായിരുന്നു. കാരണം അച്ഛൻ പൊന്നു അതൊരു ഭയങ്കര സ്ട്രോങ് entertainment ആയിരുന്നു ചെറുപ്പം. ആ, ആ. നല്ല വേണം അച്ഛനതൊരു entertainment ആയിരുന്നു. പൊന്നിങ്ങനെ മുടി പിടിച്ചു കൊടുക്കും. അടിച്ചു. ശരിക്കും അച്ഛൻ തന്നെ ചിലപ്പോ എന്റെ മുടി പിടിച്ചു വലിക്കുക, എന്നെ എന്നിട്ട് അവനെ ചെയ്ത് കിച്ചു എന്ന് പറയും. അപ്പൊ ഞാനാണെങ്കിൽ ഇത്തിരി കേട്ടാ മതി, ഞാൻ പോയി ഇടിച്ച് മനസ്സിലാക്കും. അതായത് ഒരു നല്ല പ്രായം വരെ അവളുടെ അടുത്ത് അവനെ പെരുക്കും. അവൻ കുറച്ച് നാളായി കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം ഇങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ട് ഒരു ഏറ് കണ്ടു ഞാൻ. അത് ലാലേട്ടന്റെ ഊട്ടിയിലെ വീട്ടില് പൊന്നു വെച്ചിട്ടായിരുന്നു. ഇങ്ങനെ ഫ്ലൈയിങ് ഇങ്ങനെ ഏറ് ഞാൻ പോണ പറന്നു മാത്രം. പോയത് എല്ലാവരും കേട്ടു. ഞാൻ ഇങ്ങനെ, ഇവൻ എവിടുന്നാ ഇത്ര ശക്തി? പിള്ളേരൊക്കെ വലുതായി. അതെ, അത് ഞാൻ പണ്ട് ഞങ്ങൾ അടിവിടുമ്പോ അമ്മ ഞാൻ ഇവനെ ഇങ്ങനെ തറയിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അമർത്തി പിൻ ഡൗൺ ചെയ്യുമായിരുന്നു. അപ്പൊ അമ്മ പറയും, നീ നോക്കിക്കോടി, അവൻ ഇത്തിരി ഒന്ന് വലുതാവട്ടെ, നീ അപ്പൊ നിനക്കൊന്നും പിടിച്ചാ കിട്ടില്ല അവനെന്ന് പറഞ്ഞു. അന്ന് അത് എന്റെ കാതിൽ ഇങ്ങനെ എക്കോ പോലെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ ഇപ്പൊ തുടക്കം അഫ്കോഴ്സ് വളരെ വലിയൊരു വിശേഷമാണ്. അത് കൂടാതെ വേറൊരു വിശേഷം കൂടി ഉണ്ട്. എന്താ അത്? എന്റെ കല്യാണമാണ്. ആ, ഞാൻ ഇഷ്ടപ്പെട്ട ആളെ തന്നെയാണ് കല്യാണം കഴിക്കുന്നത്. സുനിൽ കുമാർ എന്നാണ് ആളുടെ പേര്. ആൾക്ക് ഇവിടെ നാട്ടിൽ തന്നെ ബിസിനസ്സാണ്, ജിമ്മിന്റെ ബിസിനസ്സാണ്. ആൻഡ് അവൾക്ക് ഈ ഒറ്റപ്പാലം നമ്മുടെ വീട് വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട് അവള് തൊട്ടപ്പുറത്ത് പോയിട്ട് പ്രേമിച്ചത്. എനിക്ക് നാട് വിട്ടു പോകാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് കാരണം ഞാൻ എന്റെ നാടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് ഇവിടുത്തെ ഒരു സുഖവും സമാധാനവും, എനിക്ക് അടുത്തടുത്ത് അറിയുന്ന ആൾക്കാർ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ഇത് ഒട്ടും പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല. ഞാൻ അവനെ അതിനു വേണ്ടി കണ്ടുപിടിച്ച് കല്യാണം കഴിക്കണമെന്നല്ല. പക്ഷെ ഞങ്ങള് കണ്ടു, സംസാരിച്ചു തുടങ്ങി. എനിക്കൊരു ഭയങ്കര ഒരു കംഫർട്ട് സോണാണ്. എന്നെ എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ എന്ത് ചെയ്യണേലും ഫസ്റ്റ് ആളായിട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന ഒരാളാണ്. ഈ പ്രോജക്റ്റിലും അവള് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അവൻ ഏത് പുതിയ പടത്തിൽ വരികയാണെങ്കിൽ അവളുടെ അടുത്ത് പറയും ഡു ലൈക്ക് ദിസ്, ഡു ലൈക്ക് ദാറ്റ്. ഒരുപാട് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പയ്യന. അതാണ് നമുക്കൊക്കെ ഒരു ഹാപ്പി എന്നുള്ളൊരു റീസൺ ഈസ് ഓൾസോ വൺ ഓഫ് ദാറ്റ്. പൊന്നൂന് അങ്ങനെ ഒരാളെ ഇഷ്ടപ്പെടാൻ അത്ര എളുപ്പമല്ല. അവള് ഭയങ്കര എന്റെ വീട്ടിൽ പൊന്നൂന്നാണ് വിളിക്കുക. സോറി, ഓർത്തില്ല, അറിയാതെ പറഞ്ഞു. അതല്ല ഞാൻ ചോദിച്ചത്. അതായത് എന്നെ ഇഷ്ടപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് തന്നെ കറക്റ്റ് ആയിട്ട് പക്ഷെ അമ്മ പറഞ്ഞില്ലായിരുന്നു. അയ്യോ, അങ്ങനെ അതാ. തുറന്നടിച്ചുകൊണ്ട് അല്ല, ഞാൻ പറഞ്ഞതുപോലെ ലൈക്ക് ഐ എം എ വെരി ലൈക്ക് സ്ട്രേറ്റ് ഫോർവേഡ് പേഴ്സൺ. എനിക്ക് അങ്ങനെ ഫിൽറ്റർ ഇല്ല. എനിക്ക് there is no filter when I talk. സോ എനിക്ക് അങ്ങനെ മേക്കപ്പ് ചെയ്ത് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷെ അത് അത്രയും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എന്റെ എല്ലാ ടാൻട്രംസും അതിനെങ്ങനെ ടോളറേറ്റ് ചെയ്യണം, അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാം. ചുമ്മാ ഞാൻ എന്ത് പറഞ്ഞാലും തലയായിട്ടും അങ്ങനെയല്ല കേട്ടോ. പക്ഷെ എന്നെ എവിടെ നോ പറയണം, എവിടെ സപ്പോർട്ട് ചെയ്യണം, എനിക്ക് ഞാൻ എവിടെ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളത് ജെനുവിൻലി പറയുന്ന ഒരാളാണ്. ഓക്കെ, സോ ഭയങ്കര ഹാപ്പിയാണ്. എന്താ അപ്പൊ ലവ് മാരേജ് വീട്ടിൽ വന്ന് പറഞ്ഞപ്പോ നിങ്ങള് നമ്മുടെ അതൊരു പുതുമയല്ല. അതൊരു ആ എപ്പിസോഡ് വേണോ? അല്ല, അങ്ങനെ ഈ വീട് മൊത്തം ലവ് മാരേജ് ആണ്. നമ്മുടെ ലവ് മാരേജ് അവന് മാത്രമേ ബാക്കി എല്ലാ ലവ് മാരേജ് ആണ്. ഇതൊരു അറേഞ്ച് മാരേജ് കഴിഞ്ഞ് പിന്നെ അല്ലല്ലോ. നോക്കിയിട്ടു ഞങ്ങൾ കുട്ടികൾ ഹാപ്പി ആയിരിക്കും. അതുകൊണ്ട് പലരോട് ചോദിച്ചാൽ ഞങ്ങൾ അവർക്കൊരു ഫാദറിലോ മദറിലോ അല്ല, മദർ ഫാദർ. അപ്പൊ അതേപോലെ തന്നെ അവർക്ക് ഞങ്ങൾ അതെ.
അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നമില്ല. എന്നെ ഫസ്റ്റ് സപ്പോർട്ട് ചെയ്ത ചാച്ചയാണ്. ഫസ്റ്റ് സപ്പോർട്ട് ചെയ്ത ചാച്ചയാ. കാരണം വീട്ടിൽ പറഞ്ഞപ്പോ ഓഫ്കോഴ്സ് എല്ലാവർക്കും ഒരു പെൺകുട്ടി ആവുമ്പോ അതിൻ്റെതായിട്ടുള്ള ടെൻഷൻസ് ഉണ്ടാവും. അപ്പോ അന്വേഷിക്കുന്നത് വരെ അവർക്ക് ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചാച്ച എന്റെ അടുത്ത് വന്നിട്ട് ആരെന്ത് പറഞ്ഞാലും നീ മൈൻഡ് ചെയ്യണ്ടടി, ഞാനുണ്ട് എന്റെ കൂടെ എന്ന് പറഞ്ഞു. ആ ധൈര്യത്തിലാണ് ഞാൻ പിന്നെ ബാക്കി എല്ലാം ഫുൾ സപ്പോർട്ട് ചെയ്തത്. ഇവിടെ എല്ലാരും അനുവാദം ചെയ്യും. ഇവർ മാത്രമേ ഒന്നും കരുതി കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ആരും ഇവിടെ ചെറുപ്പത്തില് കുട്ടികളെ അടിക്കാൻ പാടില്ല, നിയമായിരുന്നു, ഡാഡിയുടെ നിയമാണ്. അടിച്ചു പഠിപ്പിക്കും. മൈക്ക് ഓഫ് ചെയ്യേണ്ടി വരുമോ? ഇത്ര സമയമില്ലേ മോളെ ഇരുത്തി സ്വഭാവം മൊത്തം കിട്ടിയിട്ടില്ല അവിടുന്ന് തന്നെയാണ്. ഞാൻ എഴുതി ഒപ്പിട്ടുതരാം. അല്ല, അത് എന്റെ അമ്മ എന്നെ വഴക്ക് പറയുമ്പോഴും എപ്പോഴും അങ്ങനെ അച്ഛന്റെ അതേ തനി സ്വരൂപം തന്നെ അമ്മ ഇങ്ങനെ വഴക്ക് പറയുമ്പോഴും അങ്ങനെ പറയാ. ആ സ്വഭാവം അവിടെ തന്നെയാണ്. ഓക്കെ, നമ്മളപ്പം ഇത്ര നേരം നമ്മൾ ആക്ടിങ്ങിനെ കുറിച്ച് സംസാരിച്ചു. പക്ഷെ അതേപോലെ തന്നെ ഒരു ഡബിങ് കൂടി ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ എന്തെങ്കിലും ഒരു ഡയലോഗ് കേൾക്കാതെ എങ്ങനെയാ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാം? ഓക്കെ, ഞാൻ ശ്രമിച്ചു നോക്കാം. അവൻ അന്നത്തെ സംഭവം കൊണ്ട് തന്നെ ജില്ലയെ വിട്ടു പോയിട്ടുണ്ടാവും. പിന്നെ ഇനി അവനെ കിക്ക് പോയിന്റിൽ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ കിട്ടിയ അവനിനി നിവർന്ന് നടക്കില്ല. യു വിൽ നെവർ വാക്ക് അലോൺ. യു വിൽ നെവർ വാക്ക് അലോൺ പിന്നീട് മൊബൈലിൽ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ എന്തായാലും അഗെയിൻ താങ്ക് യു സോ മച്ച്. അപ്പോൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. ഇനി ഒരുപാട് വലിയ വലിയ സിനിമകളും ഒരുപാട് ഡബിങ് ആണെങ്കിലും ആക്ടിങ് ആണെങ്കിലും ഒക്കെ മുന്നോട്ട് പോകാൻ ഒരുപാട് അവസരങ്ങൾ വരട്ടെ. ആൻഡ് അഡ്വാൻസ് ഹാപ്പി മാരീഡ് ലൈഫ്. നല്ലൊരു മാരീഡ് ലൈഫ് ആവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് നല്ല ഫാമിലി. അപ്പൊ ഇതേപോലെ തന്നെ അടിപൊളിയായിട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.